നമസ്കാരം, ഏവർക്കും പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് മാർച്ച് 6, 2026 വെള്ളി. അങ്ങനെ ഇന്നലെ ഉണ്ടായ ആശ്വാസ റാലിക്ക് ശേഷം ഇന്നും ഗ്ലോബൽ മാർക്കറ്റിന് എന്ന പോലെ തന്നെ ഇന്ത്യൻ മാർക്കറ്റിനും അതിശക്തമായ നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. ഇതിനെ തുടർന്ന് ഈ ആഴ്ചയിലെ 4 ട്രേഡിംഗ് സെഷനുകളിൽ ഇന്നലെ ഒഴികെ ബാക്കി 3 ട്രേഡിംഗ് സെഷനിലും ഇന്ത്യൻ മാർക്കറ്റിന് നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. ഇന്ന് സെൻസെക്സിന് 1000-ലേറെ പോയിന്റുകളുടെ നഷ്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കേണ്ടി വന്നപ്പോൾ നിഫ്റ്റിക്ക് 24,500 എന്ന സൈക്കോളജിക്കൽ ലെവലും ബ്രേക്ക് ചെയ്തുകൊണ്ട് വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വരികയുണ്ടായി. എന്തെല്ലാം കാരണങ്ങളാണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിനെ അതിശക്തമായ ഒരു നഷ്ടത്തിലേക്ക് തള്ളിവിടുവാൻ ഉണ്ടായതെന്ന് വിശദമായി തന്നെ നമുക്ക് ഈ വീഡിയോയിൽ പരിശോധിക്കാം. ഗിഫ്റ്റ് നിഫ്റ്റി ഇൻഡിക്കേറ്റ് ചെയ്തതുപോലെ തന്നെ ലീഡിംഗ് ആയ എല്ലാ ഇൻഡസ്ട്രീസിലും ഗ്യാപ് ഡൗണോട് കൂടിയിട്ടുള്ള ഓപ്പണിംഗ് ആയിരുന്നു ഇന്ന് ലഭ്യമായിരുന്നതും. ഇന്ന് നിഫ്റ്റി ഓപ്പണായി ആദ്യ 5 മിനിറ്റ് കൊണ്ട് തന്നെ ഇന്നത്തെ ഡേ ഹൈയും ടച്ച് ചെയ്യുകയുണ്ടായി. തൽഫലമായി 24,700 എന്ന ലെവലിൽ റെസിസ്റ്റൻസും നേരിടേണ്ടതായിട്ട് വന്നു. പിന്നീട് തുടർന്ന് ഉച്ചയ്ക്ക് 2:45 വരെ 24,540 എന്ന ലെവലിന് മുകളിലായിട്ട് നിന്നുകൊണ്ട് റേഞ്ച് ബൗണ്ട് ട്രേഡിംഗ് ആയിരുന്നു കാഴ്ചവെച്ചതെങ്കിൽ ഉച്ചയ്ക്ക് 2:45 അനുഭവപ്പെട്ട അതിശക്തമായ സെല്ലിംഗ് പ്രഷറിനെ തുടർന്ന് ഉടനടി തന്നെ 100-ലേറെ പോയിന്റുകളുടെ ഇടിവും അനുഭവപ്പെടുകയും ചെയ്തു. എങ്കിലും 24,415 എന്ന ലെവലിലായിട്ട് സപ്പോർട്ടും എടുക്കുവാൻ സാധിച്ചു. തുടർന്ന് 315 പോയിന്റുകളുടെ നഷ്ടത്തോടുകൂടി 24,450 എന്ന ലെവലിൽ വ്യാപാരം അവസാനിപ്പിക്കേണ്ടി വന്നപ്പോൾ സെൻസെക്സിന് 1,097 പോയിന്റുകളുടെ നഷ്ടത്തോടുകൂടിയും ബാങ്ക് നിഫ്റ്റിക്ക് 1,272 പോയിന്റുകളുടെ നഷ്ടത്തോടുകൂടി 2% ഇടിവും നേരിടേണ്ടതായിട്ട് വന്നു. NSEയുടെ അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോയിൽ ആകെ 1,136 സ്റ്റോക്കുകൾക്ക് മാത്രമേ ഇന്ന് നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാനുമായുള്ളൂ. അതേസമയം 1,804 സ്റ്റോക്കുകൾക്ക് നഷ്ടത്തോടുകൂടിയും വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. അതേസമയം ഇന്ന് ബോർഡർ മാർക്കറ്റ്സുകൾക്ക് ഒരു പരിധിവരെ പിടിച്ചു നിൽക്കുവാനും സാധിച്ചു. തൽഫലമായി നിഫ്റ്റി മിഡ് ക്യാപ്പിന് 0.3% നഷ്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കേണ്ടി വന്നപ്പോൾ നിഫ്റ്റി സ്മോൾ ക്യാപ്പിന് നേരിയ നേട്ടത്തോടുകൂടിയും വ്യാപാരം അവസാനിപ്പിക്കുവാനുമായി ICICI ബാങ്ക്, ഇറ്റേണൽ, ശ്രീറാം ഫൈനാൻസ്, HDFC ലൈഫ്, കോൾ ഇന്ത്യ തുടങ്ങിയ സ്റ്റോക്കുകൾ ഇന്ന് നിഫ്റ്റിയിൽ നഷ്ടം നേരിട്ടപ്പോൾ ഭാരത് ഇലക്ട്രോണിക്സ്, റിലയൻസ് ഇൻഡസ്ട്രീസ്, NTPC, ONGC, സൺ ഫാർമ തുടങ്ങിയ സ്റ്റോക്കുകൾക്ക് ഇന്ന് നിഫ്റ്റിയിൽ നേട്ടവും കൈവരിക്കുവാൻ സാധിച്ചു. സെക്ടർ വൈസ് നോക്കുമ്പോൾ ഇന്ന് മിക്സഡ് ആയിട്ടുള്ള സെന്റിമെന്റ്സ് ആണ് കാണുവാനായിട്ടും സാധിക്കുക. ഓട്ടോ, റിയാലിറ്റി, PSU ബാങ്ക്, പ്രൈവറ്റ് ബാങ്ക് തുടങ്ങിയ മേഖലകൾക്ക് 0.5% മുതൽ 1% നഷ്ടം നേരിടേണ്ടതായിട്ട് വന്നു. എന്നാൽ അതേസമയം ഡിഫൻസ് മേഖലയ്ക്ക് 3% നേട്ടവും കൈവരിക്കുവാൻ സാധിച്ചു. എനർജി, IT, ഓയിൽ ആൻഡ് ഗ്യാസ് തുടങ്ങിയ മേഖലകൾക്ക് 0.3% മുതൽ 0.6% നേട്ടവും കൈവരിക്കുവാൻ സാധിക്കുകയും ചെയ്തു. അതേസമയം ഇന്ത്യൻ രൂപയ്ക്ക് ഇന്നലത്തെ ക്ലോസിംഗ് ലെവലിൽ നിന്നും 14 പൈസയുടെ നഷ്ടത്തോടുകൂടി ഒരു $1 91.74 എന്ന ലെവലിലായിട്ടും വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. വെസ്റ്റ് ഏഷ്യയിലെ പ്രശ്നങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ BEL, GRSE തുടങ്ങിയ ഡിഫൻസ് സ്റ്റോക്കുകളിലും കൂടാതെ ഇന്ന് ഡിഫൻസ് മേഖലയ്ക്കും നേട്ടം തുടരുവാനും സാധിച്ചു. അതേസമയം യുഎസിന്റെ ഭാഗത്തു നിന്നും ഔദ്യോഗികമായി തന്നെ റഷ്യയിൽ നിന്നും 30 ദിവസത്തേക്ക് ക്രൂഡ് ഓയിൽ വ്യാപാരം നടത്താനുള്ള അനുമതിക്ക് ഇന്ത്യക്ക് ഔദ്യോഗികമായി ലഭിച്ചതിനെ തുടർന്ന് ഇന്നും റിലയൻസ് ഇൻഡസ്ട്രീസിന് നേട്ടം തുടരുവാനുമായി. അതേസമയം യുദ്ധത്തെ തുടർന്ന് ക്രൂഡ് ഓയിലിന്റെ വിലയിൽ ഉണ്ടാകുന്ന ഉയർച്ചയിൽ ഇൻഫ്ലേഷനുള്ള സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നതിനാൽ തന്നെ ഇന്ന് നിഫ്റ്റി റിയാലിറ്റിയിലും 2% ഇടിവും അനുഭവപ്പെട്ടു. അതേസമയം ഏതാനും ട്രേഡിംഗ് സെഷനായിട്ട് പുറകോട്ട് നിന്നിരുന്ന നിഫ്റ്റി ITക്ക് ഇന്ന് ഫ്ലാറ്റ് ആയിട്ടാണെങ്കിലും 11 പോയിന്റുകളുടെ നേരിയ നേട്ടത്തോടുകൂടിയും വ്യാപാരം അവസാനിപ്പിക്കുവാനുമായി. ഇനി നമുക്ക് ഒരു ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം ഇന്ന് വീണ്ടും ഇന്ത്യൻ മാർക്കറ്റിനെ അതിശക്തമായ ഒരു നഷ്ടത്തിലേക്ക് തള്ളിവിടുവാനുണ്ടായ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി തന്നെ പരിശോധിക്കാം. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ നിലവിൽ വെസ്റ്റ് ഏഷ്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധം യാതൊരു അയവും വരാതെ തുടർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ നിക്ഷേപകർക്ക് റിസ്ക് എടുക്കാനുള്ള അഭിരുചി കുറഞ്ഞു വരുന്നതും ഇന്നലെ US മാർക്കറ്റുകൾക്ക് വീണ്ടും നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ട് വന്നു. അതിനെ തുടർന്ന് ഇന്ന് യൂറോപ്യൻ മാർക്കറ്റ്സിലും കൂടാതെ ഏഷ്യൻ മാർക്കറ്റ്സിലും അനുഭവപ്പെട്ട വീക്ക്നെസിനെ തുടർന്ന് ഗ്ലോബൽ ക്യൂസ് വീക്കായിട്ട് മാറിയതിനാലും കൂടാതെ ഇന്നലെയും വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിൽ 3,752.52 കോടി രൂപയ്ക്ക് അതിശക്തമായ സെല്ലിംഗ് തുടരുകയാണ് ഉണ്ടായത്. തൽഫലമായി ഈ കലണ്ടർ മാസം മാത്രം ഇന്നലെ വരെ 3 ട്രേഡിംഗ് സെഷന് കൊണ്ട് 15,000 കോടി രൂപയ്ക്ക് മുകളിൽ ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിൽ നിന്നും അവർ വിറ്റിറങ്ങിയതും കൂടാതെ ഇന്ന് രാവിലെ നമ്മൾ കണ്ടിരുന്നു ഏകദേശം 2% ഇടിവനുഭവപ്പെട്ട ബ്രന്റ് ക്രൂഡിന്റെയും ക്രൂഡ് ഓയിലിന്റെ വില വീണ്ടും ഇന്ന് നമ്മുടെ മാർക്കറ്റ് സമയത്ത് കുതിച്ചുയരുക തന്നെയുണ്ടായി. തൽഫലമായി
ബ്രെന്റ് ക്രൂഡിന്റെ വിലയിൽ നിലവിൽ 1.25%, അതേസമയം ക്രൂഡ് ഓയിലിന്റെ വിലയിൽ 3.25%-നടുത്തും ഉയർച്ചയാണ് അനുഭവപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് ക്രൂഡ് ഓയിലിന്റെ വിലയിൽ ഉണ്ടായ അതിശക്തമായ ഉയർച്ചയും ഇൻഫ്ലേഷനുള്ള സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നത് കൊണ്ട് തന്നെ ഗ്ലോബൽ മാർക്കറ്റിനെ എന്ന പോലെ തന്നെ ഇന്ത്യൻ മാർക്കറ്റിനെയും ശക്തമായ രീതിയിൽ തന്നെ സ്വാധീനിക്കുകയും ചെയ്തു. ഇതിനെല്ലാം പുറമെ ഇന്ന് ഇന്ത്യൻ PSU ബാങ്കുകളിലും കൂടാതെ പ്രൈവറ്റ് ബാങ്ക് മേഖലയിലുള്ള സ്റ്റോക്കുകളിൽ അതിശക്തമായ സെല്ലിംഗ് പ്രഷർ തന്നെ അനുഭവപ്പെടുകയുണ്ടായി. എസ്പെഷ്യലി നിഫ്റ്റി ബാങ്കിലേക്ക് വരുമ്പോൾ ഇൻഡസ്ട്രീസിലുള്ള 13 സ്റ്റോക്കുകൾക്കും ഇന്ന് നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. അതിൽ ഹെവി വെയ്റ്റ് സ്റ്റോക്കുകളായ HDFC ബാങ്കിന് 2.25%-ലേറെയും കൊട്ടക് മഹീന്ദ്ര ബാങ്കിന് 2%-നടുത്തും ICIC ബാങ്കിന് 3.5%-ലേറെയും നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. മാത്രമല്ല നിഫ്റ്റി ബാങ്ക് പോലെ തന്നെ ഇന്ന് PSU ബാങ്ക് ഇൻഡെക്സിനും 2%-ന്റെ നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വരികയുണ്ടായി. ഇന്നലെ മാർക്കറ്റിൽ ഉയർച്ച രേഖപ്പെടുത്തിയതിനെ തുടർന്ന് തുടർച്ചയായി 2 ട്രേഡിംഗ് സെഷന് കൊണ്ട് 50%-നടുത്ത് ഉയർച്ച രേഖപ്പെടുത്തിയ ഇന്ത്യ വിക്സിൽ ഇന്നലെ 15.5%-ന്റെ ഇടിവ് രേഖപ്പെടുത്തിയെങ്കിലും ഇന്നും വീണ്ടും ഇന്ത്യ വിക്സ് അതിശക്തമായ ഉയർച്ച തന്നെ രേഖപ്പെടുത്തുകയുമുണ്ടായി. എസ്പെഷ്യലി അവസാന ഘട്ടത്തിലേക്ക് എത്തിച്ചേർന്നപ്പോൾ തൽഫലമായി 11.31%-ന്റെ ഉയർച്ചയോടുകൂടി 19.88 എന്ന ലെവലിലായിട്ടാണ് ക്ലോസിംഗും രേഖപ്പെടുത്തുകയുണ്ടായത്. ഇന്ന് ഇന്ത്യ വിക്സിൽ അനുഭവപ്പെട്ട അതിശക്തമായ ഉയർച്ചയും നമ്മുടെ മാർക്കറ്റിനെ സാരമായ രീതിയിൽ തന്നെ ബാധിച്ചു. ഈ പറഞ്ഞ കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് ഇന്നും നമ്മുടെ മാർക്കറ്റിന് അതിശക്തമായ നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വരികയുണ്ടായത്. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. നിലവിൽ യുഎസിലെ ഡോ ജോൺസ് ഫ്യൂച്ചർ 93 പോയിന്റുകളുടെ നഷ്ടത്തിലാണ് വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. യൂറോപ്യൻ മാർക്കറ്റ്സിലേക്ക് വരുമ്പോൾ UK, ജർമ്മൻ മാർക്കറ്റുകൾക്ക് നേരിയ നേട്ടത്തോടുകൂടി വ്യാപാരം നടത്തുവാൻ സാധിക്കുന്നുണ്ട്. അതേസമയം ഫ്രാൻസ് മാർക്കറ്റ് നേരിയ നഷ്ടത്തിലുമാണ് വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്നതും. ഏഷ്യൻ മാർക്കറ്റ്സിലേക്ക് വരുമ്പോൾ തായ്വാൻ, തായ്ലൻഡ്, ഇന്തോനേഷ്യൻ മാർക്കറ്റുകൾക്ക് നഷ്ടത്തോടുകൂടിയും വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ട് വന്നു. എന്നാൽ അതേസമയം ജപ്പാൻ, സിംഗപ്പൂർ, ഹോങ്കോങ്, കൊറിയൻ, ചൈനീസ് മാർക്കറ്റുകൾക്ക് നേരിയ നേട്ടത്തോടുകൂടിയും വ്യാപാരം അവസാനിപ്പിക്കുവാനായി. ഇതിൽ ആകെ ഹോങ്കോങ് മാർക്കറ്റിന് മാത്രമേ 1.5%-ലേറെ നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാനുമായുള്ളൂ. കൊമോഡിറ്റിയിലേക്ക് വന്നു കഴിയുമ്പോൾ നമ്മൾ മുൻപ് കണ്ട പോലെ തന്നെ ബ്രെന്റ് ക്രൂഡിന്റെ വില $86.88 പെർ ബാരൽ എന്ന നിലയിലേക്ക് എത്തിച്ചേർന്നപ്പോൾ ക്രൂഡ് ഓയിലിന്റെ വില $83.87 പെർ ബാരൽ എന്ന നിലയിലേക്കും എത്തിച്ചേരുകയും ചെയ്തു. അതേസമയം ഗോൾഡിന്റെ വിലയിൽ നേരിയ ഇടിവ് അനുഭവപ്പെടുന്നുണ്ട്. ഗോൾഡിന്റെ വില $5082.84 പെർ ഔൺസ് എന്ന നിലയിലായിട്ടാണ് വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്നതും. എന്നാൽ അതേസമയം സിൽവറിന്റെ വിലയിൽ ഉയർച്ച തന്നെയാണ് അനുഭവപ്പെടുന്നത്. ഏകദേശം 1%-ലേറെ $83.06 പെർ ഔൺസ് എന്ന നിലയിലായിട്ടാണ് സിൽവറിൽ വ്യാപാരം നടന്നുകൊണ്ടിരിക്കുന്നതും. ഇനി നമുക്ക് ചില പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. റിലയൻസ് പവർ ലിമിറ്റഡ് കമ്പനിക്കെതിരായ അന്വേഷണത്തിന്റെ ഭാഗമായി ED ഇന്ന് മുംബൈയിലെയും ഹൈദരാബാദിലെയും ഒന്നിലധികം സ്ഥലങ്ങളിൽ റെയ്ഡ് നടത്തുകയുണ്ടായി. അയൺകോൺ ആൻഡ് RVNL ഇരു കമ്പനികളുടെയും ലയനത്തിന് റെയിൽവേ മന്ത്രാലയം നിർദ്ദേശം നൽകുകയുണ്ടായി. ഷെയർ ഇന്ത്യ സെക്യൂരിറ്റീസ് ശ്രീ അരുൺകുമാർ ജെയിനിനെ കമ്പനിയുടെ നോൺ എക്സിക്യൂട്ടീവ് ഇൻഡിപെൻഡന്റ് ഡയറക്ടറായിട്ട് നിയമിച്ചു. റിലയൻസ് ഇൻഡസ്ട്രീസ് റെഗുലേറ്ററി പ്രശ്നങ്ങളും സർക്കാർ ലിസ്റ്റിംഗ് നിയമങ്ങളിലെ കാലതാമസവും കാരണം റിലയൻസ് ജിയോയുടെ IPO മാറ്റിവെക്കുകയുണ്ടായി. IOC, BPCL ആൻഡ് HPCL പ്രൊപ്പെയിൻ, ബ്യൂട്ടെയിൻ എന്നിവയിൽ നിന്നുള്ള LPG ഉൽപാദനത്തിന് മുൻഗണന നൽകുവാൻ ഈ 3 കമ്പനികൾക്കും കേന്ദ്ര സർക്കാർ ഉത്തരവിടുകയുണ്ടായി. IIFL ഫൈനാൻസ് 1021.63 കോടി രൂപ മൂല്യമുള്ള സെക്യൂരിറ്റീഡ് ലിസ്റ്റഡ് നോൺ കൺവേർട്ടബിൾ ഡിബഞ്ചറുകളുടെ പബ്ലിക് ഇഷ്യൂ ആരംഭിക്കുകയുണ്ടായി. ഭാരത് ഇലക്ട്രോണിക്സ് VLEO പ്രവർത്തനങ്ങൾക്കായി ഉപഗ്രഹ സംവിധാനങ്ങൾ വികസിപ്പിക്കുന്നതിന് ബെല്ലാട്രിക്സ് എയറോസ്പേസുമായി കമ്പനി സഹകരണം പ്രഖ്യാപിച്ചു. ഏവർക്കും നല്ല ഒരു വീക്കെൻഡ് ആശംസിക്കുന്നു. ഞായറാഴ്ച വൈകുന്നേരം മാർക്കറ്റ് ഔട്ട്ലുക്ക് വീഡിയോയുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.